ഈ സീസണിലെ മിക്കവാറും കപ്പ് അനുമോൾ കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പുറത്തുനിന്ന് വന്ന എല്ലാവരും അനുമോളെ ഒരുമിച്ച് കൂട്ടാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പറയാതിരിക്കാൻ മേല അതിൽ ചെറിയൊരു കാര്യമുണ്ട്. കാരണം അനീഷ് അനുമോളിനെ വട്ടം കറക്കിച്ചിട്ടാണ് അനീഷ് പ്രപ്പോസ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ചില PR ടീമുകൾക്ക് അത് ഇനിയും മനസ്സിലായിട്ടില്ല. അനുമോളുടെ PR ഭയങ്കര സ്ട്രോങ് ആണെന്ന് അവിടെ അകത്തേക്ക് വന്ന ആൾക്കാരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശൈത്യയ്ക്ക് പുറത്തുനിന്ന് ഒരുപാട് സൈബർ ആക്രമണം നേരിട്ടു. എന്നിട്ട് പോലും അനുമോൾക്ക് ഒരു സോറി പറയാനോ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെയും കപ്പ് അനുമോൾക്കാണെന്ന് പറയാൻ കാരണം എല്ലാവരും പുറത്തുനിന്ന് കൂട്ടാക്രമണമാണ്. അനുമോൾ അവിടെ സിമ്പതി കാണിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ പാവമല്ലേ. സാധാരണ രീതിയിൽ മലയാളികൾക്ക് കുറച്ച് എന്താ പറയുക മനസ്താപം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അനുമോളെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസാണുള്ളത്. പിന്നെ അനുമോള് പ്രവീണുമായിട്ട് പുതിയതായിട്ട് സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. ഇനി അവസാനം അനുമോള് പ്രവീണായിട്ടൊരു കോംബോ വർക്കൗട്ട് ചെയ്യാനും സാധ്യതയുണ്ട് 1-2 ദിവസത്തിനുള്ളിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അനുമോള് അനീഷേട്ടൻ്റെ കാര്യത്തിൽ ആകെ നാണം കെട്ടിട്ടിരിക്കുവാണ്. കാരണം അനുമോൾക്ക് തന്നെ മനസ്സിലായി തൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന്. പക്ഷേ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫാൻസ് പുറത്തുണ്ട് എന്നും അനുമോൾക്കറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു കാര്യം, അതായത് ഒരു നെഗറ്റീവായി നിൽക്കുന്ന ഒരു കാര്യം ബാക്കിയുള്ളവരുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണം. അതുകൊണ്ട് അനുമോൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പ്രവീണായിട്ട് സംസാരിച്ച് ആ ഒരു കോംബോ വർക്കൗട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ അനുമോൾക്ക് അനീഷേട്ടൻ കുറേ പുറകെ നടക്കണം എന്നും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അനീഷേട്ടൻ ഈ ഒരു കാര്യം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും അനുമോൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എനിക്കിഷ്ടമാവുമെന്ന് തോന്നിയത്. ആ ഒരു ചോദ്യം അനുമോൾ എന്തിനാണ് അവിടെ ചോദിച്ചത്? ഒരാവശ്യമില്ല ചോദിക്കേണ്ടത്. പക്ഷേ അനുമോൾ സ്റ്റിൽ ആ ചോദ്യം ചോദിച്ചു. അതായത് അനീഷേട്ടൻ അനുമോളുടെ പുറകെ നടക്കണമെന്നാണ് അനുമോളുടെ ആഗ്രഹം. എന്താല്ലേ ഓരോ ആൾക്കാരുടെ സ്വഭാവം. ഈ ശരിക്കും നമ്മളൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ ഇവരൊക്കെ ഭയങ്കര സെലിബ്രിറ്റീസ് ആണെന്നൊക്കെ നമുക്ക് ഭയങ്കര വേറെ എന്തൊക്കെയോ വിചാരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബിഗ് ബോസിൻ്റെ അകത്ത് വരുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ചില സ്ത്രീകളും ഇങ്ങനെ ചെയ്യാറുണ്ട്. അതായത് കുറേ ആൺപിള്ളേരെ പുറകെ നടത്തിക്കുക, എന്നിട്ട് അവർ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഇഷ്ടമല്ല എന്ന് പറയുക. അതേ സെയിം കാര്യമാണ് ഇവിടെ അനുമോളും ചെയ്യുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അനുമോളുടെ കയ്യിൽ പൈസയുണ്ട്, PR ടീമുണ്ട്. അനുമോളിനെ മാത്രം അന്ധമായി വിശ്വസിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി അനുമോളിനെ വീണ്ടും വിശ്വസിച്ച് വീണ്ടും അനുമോളുടെ അടുത്ത് അനുമോളിനെ അത്യാവശ്യം പ്രശംസിച്ച് ആ കുട്ടിയെ സേഫാക്കി കൊണ്ടുപോവാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു അനീഷേട്ടൻ്റെ അടുത്തുള്ള പ്രപ്പോസൽ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു സീന് കഴിഞ്ഞ് അനു കോംബോ വർക്കൗട്ട് ആവുന്നില്ല എന്ന് കണ്ട് അനുമോൾക്കും അത്യാവശ്യം നല്ല പോലെ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. പക്ഷേ ആ സൈബർ അറ്റാക്കിനെക്കാട്ടിലും മുകളിലാണ് അനുമോളുടെ PR ടീം ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു പ്രാവശ്യം അനുമോൾ ജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. പക്ഷേ ഈ ഗെയിം സ്ട്രാറ്റജി വളരെ അനുമോളുടെ തുടക്കം മുതലുള്ള ഗെയിം സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെങ്കിൽ സദാചാര കുലസ്ത്രീ ചമയാണ് അനുമോൾ ചെയ്യുന്നത്. അതുകൊണ്ട് പേഴ്സണലി ഞാൻ പറയുകയാണ് അനുമോളെ പോലുള്ളൊരു സ്ത്രീകളൊന്നും വിജയിക്കരുത്. അനുമോളെയൊക്കെ സ്ത്രീകളെ പോലെ വിജയിക്കുവാണെങ്കിൽ വിക്ടിം കാർഡ് കളിക്കുക, അതുപോലെ തന്നെ വളരെ മോശമായിട്ട് സംസാരിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ആണ് വന്ന് തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീയെ കയറി പിടിച്ചു ആ ഒരു ലൈനിൽ സംസാരിക്കുക. നമ്മുടെ വീട്ടിൽ വളർത്തിയത് ഇങ്ങനെയാണോ, മറ്റുള്ളവരുടെ വികാരം വ്രണപ്പെടുത്തരുത് എന്നൊക്കെ പറയുക. എന്നിട്ട് അനുമോൾ തന്നെ ബാക്കി എല്ലാവരുടെയും വികാരം വ്രണപ്പെടുത്തുക. ഇതൊക്കെ വളരെ ചീപ്പായിട്ടുള്ളൊരു ഗെയിം സ്ട്രാറ്റജിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇപ്രാവശ്യത്തെ കപ്പ് ആർക്കാണ് കിട്ടുകയെന്ന്. എന്തായാലും നോക്കാം നമുക്ക് ആർക്കാണ് കപ്പ് കിട്ടുകയെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കുറച്ചുകൂടി ഡിസേർവിങ് ആയിട്ടുള്ളത് നമ്മുടെ അനീഷേട്ടനാണ്. പക്ഷേ ബാക്കിയുള്ളവരും കളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നെവിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു എൻ്റർടൈനറാണ്. അപ്പോൾ എന്തായാലും നോക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ബൈ ബൈ.